തീർച്ചയായും നിങ്ങളെല്ലാം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അരിച്ചെടുത്ത് നിങ്ങൾ പറയാത്ത മേഖലകളിൽ മാത്രം എൻ്റെ അഭിപ്രായ പ്രകടനം ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തർപ്രദേശ്, ദില്ലി, ഹരിയാന, ഗുജറാത്ത്, ഗോവ, ഝാർഖണ്ഡ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, എന്തിന് ചണ്ഡീഗഡിൽ പോലും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബംഗാൾ മാത്രമാണ് ഇനിയൊരു ഒരു ഒരു കീറാമുട്ടി എന്നുള്ള നിലയിൽ ബാക്കി നിൽക്കുന്നത്. അവിടെ 5 സീറ്റുകളാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതിനിടയിൽ 2നും 5നും ഇടയിലുള്ള സീറ്റുകൾ കൊടുത്ത് കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാകും എന്ന് ഇന്ന് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച ജയറാം രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി വ്യക്തമായിരിക്കുന്നു. അത് എന്നേക്കുമായി അടഞ്ഞു എന്ന് നേരത്തെ മായാവതി പറഞ്ഞതൊന്നും നിലനിൽക്കുന്നില്ല. അത് തുറന്നു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ലെഫ്റ്റ് വേറെ ആയിരിക്കും മത്സരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്നോ അല്ലെങ്കിൽ വലിയ നിലയിൽ ബുദ്ധിമുട്ടാകുമെന്നോ കരുതിയിരുന്നത് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഹകരണമായിരുന്നു. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഹകരണം വളരെ എളുപ്പത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഈ സീറ്റ് വിഭജന ചർച്ചയിലെ ഒരു അത്ഭുതമാണ്. നമുക്കറിയാവുന്ന പോലെ 2013 ഡൽഹിയിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി ആം ആദ്മി പാർട്ടി വന്നത്. 2022 അതായത് ഒരു 1.5 വർഷം മുമ്പാണ് പഞ്ചാബിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ളൊരു ശത്രുതയുടെ അളവ് വലുതായിരിക്കുമല്ലോ. ആ അളവ് യഥാർത്ഥത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. അതിന് അരവിന്ദ് കെജ്രിവാളിനെ ഈ ഏജൻസികൾ വേട്ടയാടുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടത്. ശരിയാണ്, ബീഹാറിൽ നിതീഷ് കുമാർ പോയതും ഉത്തർപ്രദേശിൽ RLD പോയതും ഒക്കെ തന്നെയും വലിയ നിലയിൽ തിരിച്ചടി ആകും എന്നുള്ളത് ഒരു ആശങ്കയാണ്. RLD ഇല്ലത്തുനിന്ന് ഇറങ്ങി കർഷക സമരം ഉള്ളതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രഷർ. നിങ്ങളുടെ വോട്ട് ബാങ്ക് എന്താണ്? കർഷകരാണ് പശ്ചിമ ഉത്തർപ്രദേശിലെ. അപ്പോൾ ആ വോട്ട് ബാങ്കിൽ നിന്നുകൊണ്ട് അവർക്ക് BJPയോടൊപ്പം ഇപ്പോൾ പോകാൻ മാത്രമല്ല, കർഷക സമരത്തിൻ്റെ പോക്ക് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായി ആ സമരം എത്തിക്കാൻ വേണ്ടി അതിൻ്റെ സംഘാടകർ പരിശ്രമിക്കുന്നുണ്ടെന്നാണ്. ഇന്നും നാളെ ഒന്നും സമരമില്ല, 27-ാം തീയതി ഇനി സമരമുള്ളൂ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. RLDക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ സഖ്യം ചേരുമായിരിക്കും, NDAയിൽ ചേരുമായിരിക്കും, പക്ഷേ അവർക്ക് അവരുടെ വോട്ടർമാരെ, അവരുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസിയെ ഫേസ് ചെയ്യുന്നതിൽ വലിയ പ്രയാസമുണ്ടാകും. അതേ സമയം ബീഹാറിൽ നോക്കിയാട്ടെ, ബീഹാറിൽ തേജസ്വിൻ്റെ യാത്ര വലിയ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിനെ കുറിച്ച് നമുക്ക് കേൾക്കാനേ ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം അവിടുത്തെ CPIMLൻ്റെ നേതാവ് പറഞ്ഞത് നിതീഷ് കുമാറിൻ്റെ എക്സിറ്റ് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. ദീപാങ്കർ ഭട്ടാചാര്യ ദ വയറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഈ മഹാഗഡ്ബന്ധൻ്റെ സീറ്റ് വിഭജനത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കി എന്ന്. അതായത് CPIML അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ മത്സരിക്കുകയാണ്. CPIMLൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ്. CPIML 17 അസംബ്ലി സീറ്റിൽ മത്സരിച്ച് 12 നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 സീറ്റുകളിൽ CPIML മത്സരിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷ ബ്ലോക്ക് കുറച്ചുകൂടി വലുതാവും. അവർക്ക് ജയിക്കാൻ കഴിയുകയാണെങ്കിൽ ഇടതുപക്ഷ ബ്ലോക്ക് കുറച്ചുകൂടി വലുതാകും. ഇപ്പോൾ ഇന്നത്തെ നിലയിൽ തന്നെ CPMന് ആകെയുള്ളത് 3 ലോക്സഭാ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 സീറ്റുകളിൽ മത്സരിക്കുകയും അവിടെ ഒരു വിജയം CPIMൽ ഉണ്ടാക്കുകയും ചെയ്താൽ ഇടതുപക്ഷ ബ്ലോക്ക് വിപുലമാകും എന്നുള്ളതാണ്. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. CPMനും CPIക്കും ഓരോ സീറ്റ് മത്സരിക്കാൻ കിട്ടുകയാണ് ഒറ്റ കാര്യം കൊണ്ട്, നിതീഷ് പോയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പൊട്ടുന്നേ. മാത്രമല്ല നിതീഷിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞല്ലേ വരുന്നത് തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ. ഇപ്പൊ അവസാനം വെച്ച 42 43 സീറ്റേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 75 സീറ്റ് BJPക്ക്, 79 സീറ്റ് RJDക്ക്. പക്ഷേ RJD ആണ്. മാത്രമല്ല അവിടെ പസ്വാന്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. പസ്വാനൊക്കെ തന്നെയും ആര് കൂടുതൽ സീറ്റ് കിട്ടുന്നു അവിടെ നിൽക്കുന്ന പാർട്ടിയാണല്ലോ. അതാണ്. പക്ഷേ എങ്കിൽ പോലും നിതീഷിന്റെ ഒപ്പം കിടക്കാൻ കഴിയാത്തൊരവസ്ഥ പസ്വാൻ എത്രയോ കാലമായിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ ഈ നിതീഷിനെ കൊണ്ടുവന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ RLDയെ കൊണ്ടുവന്ന കാര്യത്തിലൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ NDA ഫലം കൊയ്തിട്ടുണ്ടോ എന്ന സംശയം ഉയരുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചു, അത് നമുക്കറിയാം. പ്രാണപ്രതിഷ്ഠ, അതുപോലെ തന്നെ ഭാരതരത്നം കൊടുത്ത് ഈ പറയുന്ന JDUവിനെയും അതുപോലെ തന്നെ RLDയെയും കൊണ്ടുവന്നതൊക്കെ തന്നെയും വലിയ ഒരു തേരോട്ടായിരുന്നു അല്ലേ NDA നടത്തിക്കൊണ്ടിരുന്നത്. അതിന് തിരിച്ചടിയായിട്ടാണ് പിന്നീട് ചണ്ഡീഗഡ് വിധി വന്നിട്ടുള്ളത്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധി വന്നിട്ടുള്ളത്. ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മോറൽ വിക്ടറി അവർക്ക് നഷ്ടപ്പെട്ട പോലെ നമുക്ക് ഈ ചണ്ഡീഗഡ് വിധിയിലൂടെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ കഴിയും. കാരണം
ഞാൻ എല്ലാ നാഷണൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ആശങ്കപ്പെടാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമക്കേട് BJP നടത്തുമോ എന്നുള്ളതാണ്. സർവത്ര കുഴപ്പമാണല്ലോ. ഏത് രംഗത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP കൃത്രിമം കാണിക്കുന്നുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കക്ഷി അധികാരത്തിലേറാൻ സമ്മതിക്കില്ല. ഇനി ഒരു പ്രതിപക്ഷ കക്ഷി വന്നാൽ തന്നെ അവിടെ ഡിഫെക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇനി അവിടെ BJP ഇല്ലയെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ കേരളത്തിൽ നിയമസഭയിൽ BJP ഇല്ലല്ലോ, ഉടനെ ഗവർണറെ ഉപയോഗിച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് മെഷീനെ ഉപയോഗിക്കും എന്നുള്ള ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ചണ്ഡീഗഡിൽ കണ്ടതും അത് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ അതെ, ആ നിലയിൽ ഒരു 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 വിശാലമായ നമ്മളിപ്പോൾ നോക്കൂ, ഒരു 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 ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിക്കാൻ കഴിയുന്നവർക്ക് സ്വാഭാവികമായും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്, ആശങ്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അത് നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ യഥാർത്ഥത്തിൽ BJPക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കുറച്ചുകൂടിയൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ കോൺഗ്രസ് ഒറ്റയ്ക്ക് BJPയെ നേരിടേണ്ട ഇടങ്ങളിലാണ് പ്രതിസന്ധി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് നേരിട്ട് 150 മണ്ഡലങ്ങളിൽ BJPയെ നേരിടേണ്ടതുണ്ട്. ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അന്തിമമായ ഫലം എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് അതിന് കഴിയുമോ? കോൺഗ്രസ്സിന് ആ നിലയിൽ ഇപ്പം വെറും നമ്മൾ ഈ പറഞ്ഞ പോലെ 1-1 2 അതിനപ്പുറത്തേക്ക് ഒരു സഖ്യം വെറും റെട്രിക്കിൽ ഇപ്പം നമ്മൾ 2017 കണ്ടതാണ്. ഇതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ബീഹാർക്കയിലെടുക്കെ എന്നാണ് അഖിലേഷ് യാദവിനെയും രാഹുൽ ഗാന്ധിയെയും വിളിച്ചുകൊണ്ട് രണ്ടുപേരും ഒരേപോലുള്ള കുപ്പായൊക്കെ ഇട്ട് വലിയ നിലയിൽ ഒരു പ്രകടന പരതയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾ അപ്പടി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയും കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് BSPയുമായി RLDയുമായി ചേർന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഒന്നും പിന്തുണയില്ലാതെ വളരെ അപ്രസക്തമായി കിടക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതാണല്ലോ നമ്മൾ വലിയ നേട്ടമായി കാണുന്നത്. അതുകൊണ്ട് വെറും ഒരു റെട്രിക്കിൽ ഒതുങ്ങരുത്, ബദൽ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ആശയപ്രകാശനം വേണം. ആ നിലയിൽ തന്നെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ബദൽ രൂപപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അത് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നേട്ടം അവകാശപ്പെടാൻ സാധിക്കൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.